ഞാനിപ്പോൾ പൊന്മാൻ കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. അടിപൊളി മൂവി, ഒരു രക്ഷയില്ല. ജ്യോതിശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജോമോളൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ പേര് എന്ന് പറയുമ്പോൾ തന്നെ പൊന്മാൻ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പേര്, നമ്മൾ വിചാരിക്കും പൊന്മാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരും. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ പേരിന് എത്രത്തോളം കണക്ഷൻ ഉണ്ട് ഈ സിനിമയായിട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ ബേസിൽ ജോസഫിൻ്റെ കോമഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറാണ് വരുന്നത്. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫായി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ ക്യാരക്ടറാണ് ബേസിൽ ജോസഫിൻ്റെ. അതുപോലെ ലിജമോളും അത്ര അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ഒരു നാട്ടുമ്പുറത്തിലുണ്ടാവുന്ന കഥകളും എല്ലാമാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതായത് കൊല്ലം ഭാഗത്താണ് സിനിമയുടെ കഥ നടക്കുന്നത്. അവിടെയുള്ള ആളുകളുടെ ജീവിതവും ഒക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആ പേരിൽ തന്നെയാണ് ആ സിനിമ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ കഥയെ പറ്റി നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പൊന്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ. പിന്നെ അതുപോലെ സിനിമാറ്റോഗ്രാഫി ആയാലും ചെറിയൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലെ ബേസിൽ ജോസഫിൻ്റെ കോമഡി അങ്ങനത്തെ മൂവിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബേസിലിൻ്റെ. ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും ഒരു രക്ഷയില്ല, അത്രയും നല്ല മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈർഘ്യം 2 മിനിറ്റേ ഉള്ളൂ, 2 മണിക്കൂറുള്ളൂ, ലാഗൊന്നുമില്ല, നല്ല രസമായിട്ടുണ്ട്. എൻജോയ് ചെയ്തു. ഫാമിലി ഇന്നത്തെ ഒരു സമൂഹത്തിൽ നടക്കുന്നൊരു വിഷയത്തിന് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീധനം അങ്ങനത്തെ ഒരു ഇതിനെ കൊള്ളാം. ഒന്നൊന്നര പടം എന്ന് പറയാം. ശരിക്കും നമ്മൊരു സിനിമ കണ്ടിട്ടൊരു റിവ്യൂ പറയുമ്പോൾ അത് ആ സിനിമനെ ബേസ് ചെയ്താൽ നല്ലതെന്ന് പറയുന്നത് അതാണ് മിക്കതും. പക്ഷെ അങ്ങനെയല്ല, 100% ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി. ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനും ഫോട്ടോഗ്രാഫി, ക്യാമറ, മ്യൂസിക്, അതിനൊക്കെ അപ്പുറം ബേസിലിൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. ബേസിൽ മാത്രമല്ല എല്ലാവരും. താങ്ക് യു. പൊതുവെ തെക്കൻ ഭാഗത്തോട്ടൊക്കെ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇപ്പോഴും നിലവിലുള്ളൊരു സാധനമാണ്. ഈ അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഇത് ഓൾറെഡി എഴുതി വെച്ചൊരു നോവലാണല്ലോ. ഇത് സാറിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നോവലാണ്. സോ അതിന് ഭാഗമാവാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ പുതുമുഖങ്ങൾ ഞങ്ങൾ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്ത് എടുത്തവരാരും വെറുതെ വന്നു പോയിട്ടില്ല. എല്ലാവർക്കും ഞങ്ങളുടേതായൊരു സ്പേസ് തന്നിട്ടുണ്ട്. ജ്യോതിഷേട്ടനോട് ഭയങ്കര നന്ദിയുണ്ട്. സാറിൻ്റെ ഫസ്റ്റ് പടമാണ്. ഞങ്ങളെയൊക്കെ പോലുള്ള കുറേ ആൾക്കാർക്ക് കൊമേഴ്ഷ്യൽ മൂവി ഇത്രയും നല്ല ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ളൊരു പടത്തിന് ഭാഗമാവാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഓൺലൈൻ വ്യത്യസ്തമായൊരു പെർഫോമൻസ് ആണ് ഇതിനകത്ത്. ബേസിൽ ചേട്ടയ്ക്ക് ഇതുവരെ കണ്ടുവന്നൊരു മെത്തേഡിൽ നിന്ന് മാറിയിട്ട് അംബാനിയൊക്കെ നമ്മൾ ആവേശത്തിൽ കണ്ട പോലെയല്ല, വേറൊരു ക്യാരക്ടറാണ്. ഭയങ്കര വെറൈറ്റി ക്യാരക്ടറാണ്. അതെ, ഞാൻ അവിടെ ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ, ഞാൻ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കോമഡി സാധനമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അല്ല, അംബാനിൻ്റെ കരിയറിലെ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം. ബേസിലുണ്ട് അംബാന്റെ ബെഞ്ച് മാർക്ക് മരിയാനോയുടെ മാറുന്നതാണ് ഉറപ്പായിട്ടും. ആവേശത്തിൽ അംബാനിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ് മരിയാന. വന്നതിൽ സന്തോഷം. താങ്ക് യു.